ഹലോ ഗൈസ്, അങ്ങനെ 2026 ജനുവരി ആയപ്പോൾ എൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നോളം എൻ്റെ ചാനലിൽ 10K സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയായിരിക്കുകയാണ്. അപ്പം എന്നെ സബ് ചെയ്ത എല്ലാവർക്കും ആദ്യം തന്നെ 1000 നന്ദി. എൻ്റെ ചാനലുകൾ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ എന്നെ എത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ മുന്നോട്ടും എല്ലാവരും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. ഇനി എനിക്ക് ഈ വർഷം തന്നെ, അതായത് 1-2 മാസത്തിനുള്ളിൽ തന്നെ ഫസ്റ്റ് എൻ്റെ പേയ്മെൻറ്റ് എനിക്ക് യൂട്യൂബിൽ നിന്ന് വാങ്ങണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. 1.5 വർഷത്തെ കഠിന പ്രയത്നമാണ്. ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയത്. ഒത്തിരി ഓരോരുത്തർക്കും ഓരോ അവസ്ഥകളാണുള്ളത് അല്ലേ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 2 റൂമിനുള്ളിൽ നമുക്ക് വീഡിയോ പിടിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഒന്ന് കൊച്ചുകുട്ടി, പിള്ളേരുടെ സൗണ്ട്, ഈ സൗണ്ടൊന്നും ഇല്ലാതെ ഒരു സമയത്തിരുന്ന് വീഡിയോ പിടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പം ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഈ 1.5 വർഷം ഇവിടം വരെ ഞാൻ എത്തിയത്. അപ്പം എനിക്ക് എൻ്റെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു, നല്ല നല്ല നല്ലൊരു ഫ്രണ്ട്സ്, നല്ലൊരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക. എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരെ യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടണം, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആഗ്രഹം. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വരുമാനം, അതിനുവേണ്ടിയാണല്ലോ എല്ലാവരും ഇത്രയും കഷ്ടപ്പെട്ടാണ് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നൊരു സംഭവം അത്ര ഈസിയായ ഒരു കാര്യമേ അല്ല. നല്ലതായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഏണിങ്സ് എടുക്കാൻ പറ്റുള്ളൂ. അതിന് 1000 സബ്സ്ക്രൈബേഴ്സ്, പിന്നെ നമ്മൾ ചെയ്ത് വീഡിയോകളാക്കിക്കൊണ്ട് വന്ന് 4000 വാച്ച് അവർ എന്ന് പറയുന്ന ഒരു കടമ്പ ഇത് കടക്കണം. ഇത് രണ്ടും മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഒന്നേന്ന് തുടങ്ങണം. $100 എത്തിക്കാൻ വേണ്ടിയുള്ള പിന്നെ ഒരു കഠിന പ്രയത്നമാണ് പിന്നീട് നടക്കുക. അപ്പോൾ ഈ ഓരോ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഓരോന്നും ചെയ്യുന്നത്. അപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വീട്ടിലാണേലും അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഹസ്ബൻഡ് രാവിലെ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഒരു സമയമാണ് വരുന്നത്. പിന്നെ കൊച്ചു കുട്ടികളെ നോക്കണം, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം, തന്നെത്താനെ വീഡിയോ എടുക്കണം. അപ്പം ചില സമയത്ത് നമ്മൾ വീഡിയോ എടുക്കാൻ വരുമ്പം കൊച്ചിൻ്റെ കരച്ചിലായി, വീട്ടിലെ ബഹളങ്ങളായി, നമുക്ക് ഇങ്ങനെ ഈ സൗണ്ടൊന്നും ഇല്ലാതെ വീഡിയോ എടുക്കുകയൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത്, അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഈ യൂട്യൂബിൽ കിടന്ന് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഓരോ ഇഷ്ടങ്ങളാണ് അതൊക്കെ. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാവും ഇല്ലയോ. അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അങ്ങനെ ഈ 1.5 വർഷം കൊണ്ട് 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് പേയ്മെൻറ്റ് എടുക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. അന്നേരം എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ഇപ്പം ഞാൻ ആദ്യമേ എൻ്റെ പഴയ കാലത്തെ വീഡിയോകൾ, അതായത് 1.5 വർഷത്തിൽ ഈ 1 മാസങ്ങൾക്ക് ഈ കുറച്ച് 1-2 ആഴ്ചകൾക്ക് മുമ്പുള്ള വീഡിയോകൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഞാൻ എൻ്റെ ഫാമിലിയെ എല്ലാവരെയും അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പല രീതിയിലുള്ള വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടാണ് കൊളാബ് വീഡിയോ ഞാൻ ചെയ്യുന്നത്. അന്നേരം അങ്ങനെ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഞാൻ കൊളാബ് വീഡിയോ മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് ഒരിക്കലും ആരും തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ചില കമൻറ്റുകളൊക്കെ അങ്ങനെ വരാറുണ്ട്. ഒത്തിരിയൊന്നുമില്ല കേട്ടോ, കുറേ കമൻറ്റുകൾ വരുമ്പോൾ അതിൽ ഒരു കമൻറ്റൊക്കെ മിക്കവാറും എനിക്ക് നെഗറ്റീവായിട്ട് വരാറുള്ളൂ. അപ്പം ഈ കൊളാബ് വീഡിയോ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ വരാറുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, അത് മാത്രമാണ് ചെയ്യുന്നത്. അത് ചിലവരുടെ സാഹചര്യം. നമുക്ക് പിന്നെ യൂട്യൂബ് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നിട്ടുണ്ട്, കൊളാബ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളുടെ സാഹചര്യങ്ങൾ നിമിത്തം അല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റണില്ല, നമുക്ക് വീഡിയോ പിടിച്ചു തരാൻ ആരും ഇല്ല. അപ്പം ആ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട് കൊളാബ് വീഡിയോ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൊളാബ് വീഡിയോ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്തിരിക്കുന്നത്. അത് എൻ്റെ ഒരു ചില ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ മനുഷ്യർക്ക്. അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് എനിക്ക് ഒരു പ്രാവശ്യം എനിക്കൊന്ന് പേയ്മെൻറ്റ് എടുക്കണം, അതിൽ നിന്ന് എൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരു വീട്ടമ്മയാണ് ഞാൻ. അപ്പം വേറെ വർക്കൊന്നും ചെയ്യുന്നില്ല. അന്നേരം നമുക്കുണ്ടാവുമല്ലോ ചില ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ. അങ്ങനെ ആ ഒരു മോഹത്തിൻ്റെ ഒരു പുറത്താണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിന്ന് ഈ സംസാരിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കുവാണെങ്കിൽ ഉടനെ തന്നെ എനിക്കിതിൽ നിന്ന്
പേയ്മെൻറ്റ് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും മുന്നോട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ എന്നെ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ കൂടെ നിൽക്കണം, എൻ്റെ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ അങ്ങനെ ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം, ഇതിൽ നിന്ന് പിന്തിരിക്കാതെ. അപ്പം ഒന്നും കൂടി 1000 നന്ദി പറയുന്നു. ഒത്തിരി സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു മേഖലയിൽ എല്ലാവരും പറയുന്നത് പോലെയുള്ള അത്ര ഈസി ഒന്നുമല്ല. നമുക്ക് അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ യൂട്യൂബിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് പിടിച്ചു നിൽക്കുക. ഇപ്പം ഒത്തിരി ഫ്രോഡ് വീഡിയോസൊക്കെ ഇപ്പോൾ ഒത്തിരി വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെയൊക്കെ ചെയ്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. അപ്പം നേരായ വഴിയിൽ കൂടി സബ്സ്ക്രൈബേഴ്സിനെ നേടണമെന്നാണ് ആഗ്രഹം. നല്ല വീഡിയോകളൊക്കെ ഇട്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. അപ്പം എല്ലാവരും ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പോലും എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത വ്യൂസിന് ഉണ്ട്, ഒത്തിരി സ്ഥാനമുണ്ട് വ്യൂസിനും ഇതിനകത്ത്. അപ്പം അങ്ങനെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുന്നോട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ഒന്ന് ശ്രമിക്കണം. ഒരുപാട് നന്ദി.